സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. സുരേഷിൻ്റെയാണ്, സുരേഷിൻ്റെ അല്ല. കുറേ ആളുകൾ പലയിടങ്ങളിലും എഴുതിയൊക്കെ ഞാനിങ്ങനെ വായിച്ചു. സുരേഷിൻ്റെയെന്ന്. സുരേഷല്ല, സുരേഷനാണ്. അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ പേരും സിനിമയുടെ പേരും സുരേഷിൻ്റെയെന്ന് തന്നെയാണ്. രണ്ട്, ആ സാഹചര്യം ഉണ്ടല്ലോ, ഈ കഥ നടക്കുന്നൊരു പശ്ചാത്തലം, അവിടെ അവർ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. ആ നാടിൻ്റെ സംസാര ശൈലിക്കും ആ നാടിൻ്റെ നാടകത്തോടുള്ള താല്പര്യത്തിനും ഒക്കെ ഈ സിനിമയിൽ ഒരു പ്രാധാന്യമുണ്ട് എന്നുള്ളതുകൊണ്ട് സുരേഷ് എന്ന് തന്നെ പറയുന്നതായിരിക്കും നല്ലത്. രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ, അദ്ദേഹത്തിൻ്റെ തന്നെ എന്നാ താൻ കേസുകോട് എന്ന സിനിമയിലെ രണ്ട് കഥാപാത്രങ്ങളെടുത്ത് ചെയ്തിട്ടുള്ളൊരു സിനിമയാണിത്. ഇതിനൊരു സ്പിൻ ഓഫ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ കഥാപാത്രങ്ങളുടെ ടൈം ലൈനിൽ അങ്ങോട്ട് സെറ്റ് ആവാത്തതുകൊണ്ട് കൃത്യമായിട്ട് അങ്ങനെയാണോ എന്നറിയില്ല. ആ രണ്ട് കഥാപാത്രങ്ങളെ വെച്ച് ഒരു സിനിമ ചെയ്തു എന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ നോക്കിക്കാണാം. രാജേഷ് മാധവൻ, ചിത്ര നായർ, ഇവർ രണ്ടുപേരുമാണ് ഈ രണ്ട് കഥാപാത്രങ്ങളെ എന്നാ താൻ കേസുകോട് എന്ന് പറയുന്ന സിനിമയിൽ അവതരിപ്പിച്ചത്. അവർ തന്നെയാണ് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. പിന്നെ സുധീഷ് ഉണ്ട്, ജിനു ഉണ്ട്, ശരണ്യുണ്ട്, പിന്നെ കുറേ ആൾക്കാരുണ്ട്. അതായത് ഇവരുടെ മുൻ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള കുറേ ആളുകളുണ്ട്. അത് കൂടാതെ പുതിയ കുറേ ആളുകളെ കണ്ടു. എല്ലാവരും നല്ല അടിപൊളി പെർഫോമൻസ് ആട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ ഏത് സ്കെയിലാണോ പോകുന്നത് അതങ്ങനെ വിടാതെ പിടിച്ചു പോകുന്ന നല്ല അടിപൊളി പെർഫോമേഴ്സ് ഉള്ള ഒരു സിനിമയാണിത്. ഇനി ഈ സിനിമയുടെ കഥ, അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് തുടങ്ങാൻ തോന്നുന്നു. വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു കഥയാണിത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാമുകനും കാമുകിയുമായിരുന്ന ആളുകൾ വേർപിരിഞ്ഞു പോകുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം കാമുകൻ തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. അവരിരുവരും ഇനി ഒരുമിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ആ കഥ പറഞ്ഞു കഴിഞ്ഞാലുള്ളത്. പക്ഷേ ഈ സിനിമയുടെ കഥ അത് അവർ അവതരിപ്പിച്ചിരിക്കുന്ന രീതി വെച്ചിട്ട് എന്തായിരിക്കും ഈ ഉദ്ദേശിച്ചത്, എന്തായിരിക്കും ആ ഡയലോഗിൽ ഉദ്ദേശിച്ചത് എന്നൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ, നരസിംഹം സിനിമയുടെ ഒരു സ്പൂഫ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ആ സ്പൂഫ് ചെയ്തിട്ടുള്ള പല ആളുകളും ഇന്ന് സോഷ്യൽ മീഡിയയിലെ സ്റ്റാറുകളാണ്. അതുപോലെ തന്നെ കുറച്ച് ആളുകൾ സിനിമയിലേക്ക് എത്തിയിട്ടുമുണ്ട്. ആ സ്പൂഫ് വീഡിയോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാലേട്ടൻ ദൂരെ നിന്നിങ്ങനെ പവിത്ര ഒരു മകൻ്റെ ധർമ്മമാണെന്നൊക്കെ പറഞ്ഞ് ദൂരെ നിന്നിങ്ങനെ വരുമല്ലോ. ആ ഡയലോഗ് സീക്വൻസിനെയൊക്കെ ഈ സ്പൂഫിൽ ചെയ്തിരിക്കുന്നത് ദൂരെ നിന്ന് ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ട് വരികയാണ്. ഇവിടെ നിൽക്കുന്നവർക്ക് അത് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ പുള്ളി കാര്യമായിട്ട് പറയുന്നത്, എന്തോ കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ട്, മനസ്സിലാവുന്നില്ല, കേൾക്കുന്നില്ല എന്ന്. ഏകദേശം ആ അവസ്ഥ തന്നെയാണ്. നമ്മൾ ഒരുപാട് ആഴത്തിലൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പോകാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചില സ്ഥലങ്ങളിൽ കിട്ടില്ല. പക്ഷേ സിനിമ തുടങ്ങുമ്പോഴേ വാണിംഗ് പോലെയാണ് സംവിധായകൻ്റെ പേര് അവർ നോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥമൊക്കെ പുള്ളിയോട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട്, എനിക്കങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, ഞാനിതിങ്ങനെ ചെയ്തു വെച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് കണ്ടപ്പോൾ ഫീൽ ചെയ്ത് മാത്രമല്ല, ഇതിൻ്റെ ടൈറ്റിൽ അവർ എഴുതിയിരിക്കുന്ന 1960, പിന്നെ ഇങ്ങേയറ്റത്ത് 2023, അതെല്ലാം കൂടി കണക്ട് ചെയ്ത് നോക്കുമ്പോൾ പ്രണയം എല്ലാ കാലത്തും ഇങ്ങനെയാണ് എന്നൊരർത്ഥം പിടിക്കാനാണ് പല കാലഘട്ടങ്ങൾ അവർ മിക്സ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് എന്ന രീതിയിൽ തോന്നുന്നു. പിന്നെ നാടകത്തിനെ അവർ ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റോറി ടെല്ലിങ്ങിന് വളരെ അനുയോജ്യമായ രീതിയിൽ ഇങ്ങനെ ആയിരിക്കാം എന്ന് തോന്നിയതുകൊണ്ടാവാം. എന്തായാലും കോർ കഥ വളരെ സിമ്പിളാണ്. ഇനി അപ്രിഷ്യേറ്റ് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയ ചില എഫേർട്ടുകൾ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റുകൾ, ഒന്നാമത്തെ കാര്യം ഇതിലെ കോസ്റ്റ്യൂമാണ്. രാജേഷ് മാധവൻ്റെ മറ്റുള്ള ആളുകളുടെ ഒക്കെ കോസ്റ്റ്യൂംസ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് വളരെ രസമായിട്ടാണ്. കോസ്റ്റ്യൂമും മേക്കപ്പും മൊത്തത്തിൽ പരിപാടി നല്ല കളറാണ്. കളർഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ചില സ്ഥലങ്ങളിൽ എനിക്ക് ഭയങ്കര രസം തോന്നി. നമുക്കും ഇതുപോലെയൊക്കെ ഡ്രസ്സിട്ടൊക്കെ നടക്കാൻ. കാര്യം നമ്മൾ ആ സിനിമയിൽ കാണുന്ന പോലത്തെ ഡ്രസ്സൊക്കെ ചെയ്ത് നടന്നു കഴിഞ്ഞാൽ നാട്ടുകാർ പോയിട്ട് നോക്കും എന്താ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അത് ഭയങ്കര രസമാണല്ലോ. ഒരാൾക്ക് അയാളുടെ ഉള്ളിലുള്ള ഫീലിങ്സും അയാളുടെ ഇമോഷൻസും അയാളുടെ ക്യാരക്ടറും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള അവകാശമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി ആ കോസ്റ്റ്യൂംസ് പിടിച്ചിരിക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ ഫ്രഞ്ച് നോവലിലൊക്കെ ഉള്ളതുപോലെ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകൾ നമ്മൾ കാണുമ്പോൾ കാണുന്ന കോസ്റ്റ്യൂം പാറ്റേൺ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല രസമുണ്ട്. രണ്ടാമത്തെ കാര്യം, അവർ നാടകത്തിനെ ഈ സിനിമയിൽ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രീതിയാണ്. ഒരുപാട് പല കഥാപാത്രങ്ങളുടെയും ഉള്ളിലുള്ള ചിന്തകളൊക്കെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കുഴഞ്ഞു മറിയുന്ന കുറേ കാര്യങ്ങൾ. ചില ആൾക്കാർ സിനിമയുടെ തുടക്കത്തിൽ പാവമായിട്ട് അയ്യോ എന്നൊക്കെ പറഞ്ഞ് ചമ്മി നിന്നിട്ട് പിന്നെ അവർ തെളിയുന്നുണ്ട് സിനിമയിൽ. അതായത് അവർ വളരെ ഓപ്പണായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. അതിനവരെ പ്രിപ്പയർ ചെയ്യുന്നത് ഈ പറയുന്ന നാടകമാണ്. ആർട്ട് ഒരു മനുഷ്യൻ എങ്ങനെ ചേഞ്ച് ചെയ്യും എന്ന് പറയുന്ന കാര്യങ്ങളും അതുപോലുള്ള കുറച്ച് എലമെൻറ്റുകൾ അങ്ങനത്തെ ചില കഥാപാത്രങ്ങളുടെ ചേഞ്ചിലൂടെ, പ്രത്യേകിച്ച് ശരണ്യ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിലൂടെയൊക്കെ അവർക്ക് കൊണ്ടുവരാൻ പറ്റിയെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഈ കാലഘട്ടത്തിനെ മാർക്ക് ചെയ്യാനൊക്കെ ഈ ഒരു നാടകത്തിനെ മിക്സ് ചെയ്യുന്നതിലൂടെ അവർക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം മ്യൂസിക്കാണ്. മ്യൂസിക് വേറൊരു തലത്തിൽ നിൽക്കുന്ന സാധനമാണ്. നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അതിലെ പാട്ടുകൾ വന്നു പോകുന്നത്. അതിൻ്റെ ഒരു ബീറ്റും കാര്യങ്ങളൊക്കെ വളരെ രസമായിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്തിരുന്നൊരു പുള്ളി, ഒരു 3 സീറ്റ് അപ്പുറം ഉണ്ടായിരുന്ന ഒരു പുള്ളി, ഈ ക്ലൈമാക്സിനോട് അടുത്ത് വരുമ്പോഴുള്ള നല്ല ബീറ്റുള്ളൊരു ട്രാക്ക് ഉണ്ട്, അത് വരുമ്പോഴത്തേക്കും കൈയടിച്ചിട്ട് പുള്ളിക്കൊരു ചാർജ് ഉണ്ടാകുന്നുണ്ടായിരുന്നു. എനിക്കും പേഴ്സണലി ഉള്ളിൽ അങ്ങനെ ഫീൽ ചെയ്തു.
പിന്നെ 1000 കണ്ണുമായി എന്ന് പറയുന്ന ട്രാക്ക് അത് അവർ എന്നാത്താൻ കേസോട് സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു കണക്ഷൻ എന്താണെന്നുള്ളത് ഈ സിനിമയിൽ വരുന്നുണ്ട്. അത് വന്നു പോകുന്ന രീതിയും അത് അവരെ എങ്ങനെയാണ് ഇമോഷണലി അത്ര ഹുക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കാരണമൊക്കെ ആ സീക്വൻസുകളും മൊത്തത്തിൽ അത് നല്ല രസമായിരുന്നു. പിന്നെ വിഷ്വൽസും വളരെ രസമായിട്ട് എനിക്ക് തോന്നി. കുറേ നല്ല രസമുള്ള ആംഗിളുകൾ, കുറേ നല്ല രസമുള്ള കാഴ്ചകൾ, അതിൻ്റെ ഒരു കളറും പരിപാടിയും ആർട്ട് ഡയറക്ഷനും. ആർട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ, അവർ കുറേ കാര്യങ്ങൾ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ അടിപൊളിയായിട്ടാണ്. പിന്നെ പറയേണ്ടത് എഡിറ്റിംഗ് ആണ്. അതായത് ഇതിങ്ങനെയാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റും കളറും ഒക്കെ വന്നു പോകുന്നത്. അത് ഒരു കട്ടും ഫീൽ ചെയ്യാതെ, ഒരു ജമ്പും ഫീൽ ചെയ്യാതെ നല്ല ക്ലീനായിട്ടാണ് വരുന്നത്. നമ്മളതിൽ ആലോചിച്ച് തലമുണ്ടാക്കാൻ പോകുമ്പോഴാണ് ഇതിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരുന്നത്. അല്ലാത്ത പക്ഷം അത് ഭയങ്കര രസമായിട്ടാണ്. എഡിറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ ആദ്യമേ വളരെയധികം പുകഴ്ത്തി പറഞ്ഞ കാര്യമാണ് പെർഫോമൻസ് ആണ്. പിന്നെ ഇങ്ങനൊരു സ്ക്രിപ്റ്റ് ഇങ്ങനെ എഴുതി കംപ്ലീറ്റ് ആക്കിയത് സമ്മതിച്ചു കൊടുക്കണം. പക്ഷേ ഈ പറയുന്ന ഇത്രയും പോസിറ്റീവ് ഘടകങ്ങൾ ഉണ്ടാവുമ്പോഴും ഇതൊരു തിയേറ്ററിക്കൽ മസ്റ്റ് വാച്ചാണ്, ധൈര്യമായിട്ട് പോകൂ എന്ന് ഒറ്റയടിക്ക് പറയാൻ എന്നെ സമ്മതിക്കാത്ത, അല്ലെങ്കിൽ ഇനിയൊരു വട്ടം കൂടി ഈ സിനിമ കാണാൻ ഉള്ള ഒരു ഫീല് എന്നിലുണ്ടാക്കാത്ത ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്, ഇൻഡിവിജ്വലി അടിപൊളിയാണ്, പക്ഷേ ഒരുമിച്ച് വെച്ച് വരുമ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് അത്ര ഒരു ഗംഭീര എൻജോയ്മെൻറ്റ് പരിപാടിയായിട്ട് എനിക്ക് തോന്നിയില്ല. അതിൻ്റെ കാരണം ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെയാണ്. കഥ പറയാൻ ഉപയോഗിച്ചിരിക്കുന്ന രീതിയൊക്കെ ആദ്യത്തെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും ആലോചിക്കാൻ തുടങ്ങി, ഇതെന്തിനായിരിക്കും. നല്ല കുറേ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാൻ പോകേണ്ട ഒരു സിറ്റുവേഷനാണ്. കാര്യം അങ്ങനെ അർത്ഥമൊക്കെ മനസ്സിലാക്കി വരുമ്പോഴാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ. ശരിക്കും അങ്ങനെയല്ല, മൊത്തത്തിൽ എൻജോയ് ചെയ്യുക, അതിനുശേഷം അതിൻ്റെ അർത്ഥം ആലോചിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാത്തൊരു കാര്യം ഒരു കഥയിൽ വരുമ്പോൾ എല്ലാ കുട്ടിക്കും ഉണ്ടാകുന്ന ഒരു കൗതുകമുണ്ട്. അതെന്താ അതെന്തായിക്കൊരു ഉത്തരം കിട്ടാതെ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ബാക്കിയുള്ളത് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. അങ്ങനെ സിനിമയുടെ ആദ്യത്തെ ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ കുറേ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, ചിലതൊക്കെ രസമായിട്ട് തോന്നുന്നുണ്ട്, ഈ പറയുന്ന നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് രസമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ കഥ എങ്ങോട്ടായി പോകുന്നത്, എന്താ ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്ന കാര്യം, അതുപോലെ തന്നെ ക്ലൈമാക്സിന് മുമ്പുള്ളൊരു 10-20 മിനിറ്റ് അതാണ് ശരിക്കും ഞാൻ ഇതിനകത്ത് കണക്റ്റായിട്ടിരുന്ന് കണ്ടത്. ബാക്കി ഈ പറയുന്ന ഈ ആദ്യത്തെ 10-15 മിനിറ്റും പിന്നീടുള്ള ഈ ക്ലൈമാക്സിൽ 20 മിനിറ്റ്, ഇതിൻ്റെ ഇടയിലുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കി എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കിയത് എന്ന് പറയുന്നൊരു മറുചോദ്യം ചോദിക്കാൻ തോന്നുന്നത് പോലെ അത്രയും കൊണ്ട് പഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ധൈര്യമായിട്ട് ഈ സിനിമ പോയി കാണും എന്നൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. സിനിമയിലെ പുതിയ പരീക്ഷണങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടമുള്ള ആളുകൾക്ക്, അങ്ങനെയുള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ ചിലപ്പോൾ ഈ സിനിമ റെക്കമെൻഡ് ചെയ്തേക്കാം. നിങ്ങൾ ഈ സിനിമ കണ്ടപ്പോൾ എന്താണ് ഫീൽ ചെയ്തത്? കാര്യം സിനിമ ഓരോരുത്തർക്കും വളരെ ഡിഫറൻ്റ് ആയിരിക്കും. എനിക്കിതൊരു വൺ ടൈം വാച്ചബിൾ കുഴപ്പമില്ല എന്ന് പറയുന്നൊരു ഫീലാണ് ഉണ്ടായതെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് വേറൊരു രീതിയിലായിരിക്കും തോന്നിയിട്ടുണ്ടാവുക. അതെന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.